ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറയുമ്പോഴേ ചിലർക്കൊക്കെ പൊള്ളും. പ്രകാശേട്ടാ മതി, വാ പോവാം. ഞാൻ പറഞ്ഞു തീർന്നില്ല, ഇനിയും പറയും. മിണ്ടരുത് നീ എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളെന്തിനാ ഇപ്പൊ വാടക വീടൊക്കെ തേടി പോകുന്നത്? ഞാൻ വന്ദനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോൻ വന്ദനയും കൂട്ടി ഇങ്ങോട്ട് പോരെ, ഇവിടെ താമസിക്കാവല്ലോ. അച്ഛാ, അത് എതിർപ്പൊന്നും പറയരുത്. വന്ദനയും കൂട്ടി മോൻ ഇങ്ങോട്ട് പോരെ. അച്ഛാ, ഞാൻ അച്ഛനെ എതിർത്ത് പറയാമെന്ന് വിചാരിക്കരുത്. തൽക്കാലം ഞാൻ അങ്ങോട്ടില്ല. ഒരു മാറ്റം അത്യാവശ്യമാണ്. മനസ്സിലായി. ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് മോൻ വന്ദനയും കൂട്ടി ഇങ്ങോട്ട് വരണം. തീർച്ചയായും. വാടക വീടും മാറിയുള്ളൊരു ജീവിതം ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് തന്നെ വരും. ശരി മോനെ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. മോന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? വാടക വീടൊക്കെ എടുത്തു മാറുമ്പോ നല്ല ചെലവുണ്ടാവുമല്ലോ. ക്യാഷൊക്കെ ഉണ്ടോ അച്ഛാ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി മോനെ. ജഗ, കുറുപ്പിനെ പെറ്റമ്മയെ പോലെ നിലത്ത് വെക്കാതെ വളർത്തിയത് ആനന്ദവല്ലി. ആ ഒരു ആത്മബന്ധം കുറുപ്പിന് ഇപ്പോഴും ആനന്ദവല്ലിയോടുണ്ട്. പിന്നെ മറ്റൊന്നുകൂടി കേൾക്കുന്നുണ്ട്. കുറുപ്പിന്റെ എല്ലാവിധ സ്വത്തിന്റെയും ഒരവകാശം ആനന്ദവല്ലിയുടെ പേരിലും വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കർക്കശ സ്വഭാവക്കാരനായ കുറുപ്പിന് ആനന്ദവല്ലിയെ ഒഴിവാക്കി വിടാനും പറ്റത്തില്ല. ആ ഒരു പിടിവടിയിൽ കടിച്ചു തൂങ്ങിയ ആനന്ദവല്ലി കിടന്ന് ഭദ്രകാളി തുള്ളുന്നത്. അവരിൽ നിന്നും നമ്മുടെ വന്ദനയ്ക്കും ദിയമോൾക്കും ഒരു ദയയും പ്രതീക്ഷിക്കണ്ട. എന്നാലും ജഗൻ വാടക വീട്ടിലേക്ക് മാറിയത് ബുദ്ധിമോശമായി പോയി. ഒരർത്ഥത്തിൽ മാധവേട്ടൻ പറയുന്നത് ശരിയാ. അറിഞ്ഞില്ലേ വിശേഷം? ജഗൻ കുടുംബസമേതം വാടക വീട്ടിലേക്ക് മാറുന്നു എന്ന്. വന്ദനയെ കുറുപ്പിന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയപ്പോഴേ എനിക്കറിയാം അവൾ അധികകാലം അവിടെ വാഴില്ല എന്ന്. അതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? മോളുടെൻ മരുമോന്റെൻ വാടക വീട് കാണാൻ പോണില്ലേ? എന്താടാ വാടക വീടെന്ന് പറയുമ്പോ ഒരു പുച്ഛം? നീ ജനിച്ചതും വളർന്നതും ആളായതും ഒക്കെ വാടക വീട്ടിൽ കിടന്നല്ലേ? അതെ, എന്റെ രക്ഷിതാക്കളുടെ ഗതികേടുകൊണ്ടല്ലേ. അതുപോലെയാണോ ജഗൻ? കോടീശ്വരനല്ലേ? കോടികൾ കൊയ്തു വരാമെന്ന് മോഹിപ്പിച്ചല്ലേ നിങ്ങളവളെ ജഗന്റെ കൂടെ അയച്ചത്? പിണ്ടി പോകരുത് നീ. സത്യം പറഞ്ഞപ്പോ പൊള്ളുന്നോ? ബോധം കെട്ട് കിടന്ന പെണ്ണിന്റെ കഴുത്തിൽ തക്കം നോക്കി താലി കെട്ടിയവനെ അഭിമാനമുള്ള ഒരു പെണ്ണ് ഭർത്താവായിട്ട് സ്വീകരിക്കോ? വന്ദനയ്ക്കേ അഭിമാനമില്ല, ഒരു മാനമില്ല. വൃത്തികെട്ടവനായി സ്വന്തം കൂടപ്പറപ്പിനെ അപമാനിക്കാൻ എന്തൊരു ഉത്സാഹമാ! ഇവൻ നമ്മുടെ മോൻ തന്നെയാണോടി? ആര് പറഞ്ഞു അച്ഛന്റെ മോനാണെന്ന്? അങ്ങനെയായിരുന്നെങ്കിലേ പെൻഷൻ കിട്ടിയതിന്റെ ഒരു പങ്ക് എനിക്കും കൂടി തരുമായിരുന്നല്ലോ. പ്രകാശേട്ടാ, എന്താ ഇത്? പണമെല്ലാം ആ മുടിയനായ പുത്രന് വാരിക്കോരി കൊടുത്തിട്ട് എന്തായി? എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയല്ലേ? പ്രകാശേട്ടാ മതി, ഒന്ന് വന്നേ. പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഈ പ്രകാശനം ഇവിടുന്ന് പോവും. മനസമാധാനത്തോടെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയിരുന്ന ജഗനെ ഒരു ജാതകദോഷക്കാരി ഇപ്പൊ കയറി ചെന്ന് പെരുവഴിയിലാക്കിയില്ലേ? നീ അറിഞ്ഞില്ലേ? അവസാനം കടത്തിണ്ണയിൽ കിടന്നുറങ്ങും. അതും നിങ്ങൾ കാണേണ്ടി വരും.
ഇനി എന്റെ കുഞ്ഞിനെ ശപിച്ച നിന്റെ കരണ അടിച്ചു പൊളിക്കും ഞാൻ. സത്യം പറയുമ്പോഴേ ചിലർക്കൊക്കെ പൊള്ളും. പ്രകാശേട്ടാ മതി, വാ പോവാം. വെറി, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഇനിയും പറയും. മിണ്ടരുത് നീ. പ്രകാശേട്ടനോട് വരാനല്ലേ പറഞ്ഞത്? ഇവിടെ തന്നെ. വാ. ശരി. അല്ലേട്ടാ, നമസ്കാരം. ഇതാര് ശിവപ്രസാദോ? ഓ, നീ ഇവിടേക്ക് ഉണ്ടോടെ? പിന്നെ ഞാൻ ഇവിടെ ഇല്ലാതെ എവിടെ പോയി? നമ്മളെയൊക്കെ അങ്ങ് മറന്നല്ലേ? അങ്ങനെയൊന്നും ആ, മറക്കില്ല. ഇരിക്ക്. എനിക്കറിയാം. ഇരി. വേണ്ട. നമ്മുടെ സ്വന്തം സ്ഥലം, ഇരുന്നോ? വേണ്ടടാ. അല്ലേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ സുഹൃത്ത് ജഗൻ. ആ, നമസ്കാരം. ഒരു 50,000 രൂപ ഫിനാൻസ് ചെയ്യണം. ഈടായിട്ട് ബുള്ളറ്റ് തരും. ശിവപ്രസാദേ, നിന്റെ സുഹൃത്ത് ജഗൻ കുറുപ്പ് സാറിന്റെ മകനല്ലേ? അദ്ദേഹത്തിന് ആവശ്യമുള്ള പണം ഞാൻ കൊടുക്കാം. പക്ഷേ ബുള്ളറ്റ് പണയമായി വേണ്ട. ബുള്ളറ്റ് എന്നല്ല, മറ്റൊന്നും പണയമായിട്ട് വേണ്ട. അല്ലാതെ തന്നെ എനിക്ക് വിശ്വാസമാണ്. ബുള്ളറ്റ് പണയപ്പെടുത്തി പലിശയ്ക്ക് പണം വാങ്ങേണ്ട ഗതികേടെന്നുള്ള ആളല്ല ജഗൻ. ചില പ്രത്യേക സാഹചര്യങ്ങളല്ലേ ആളുകളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നത്. ജഗൻ ആവശ്യപ്പെട്ട തുകയും ബുള്ളറ്റും കൊണ്ടുപോവാ. ഈ ഫിനാൻസ് ഒക്കെ നടത്തുന്നവർക്കേ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇൻകം ടാക്സ് റെയ്ഡിന് വന്നപ്പോ എന്നെ രക്ഷിച്ചത് കുറുപ്പ് സാറാ. താങ്കൾക്ക് എന്നോടുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും വളരെ നന്ദിയുണ്ട്. പക്ഷേ പണയം വാങ്ങാതെയുള്ള പണം ഞാൻ സ്വീകരിക്കില്ല. പണയവും പലിശയും നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ വാശിവ, നമുക്ക് വേറെ നോക്കാം. അങ്ങനെ പിണങ്ങി പോരുത്. കുറുപ്പ് സാറിന്റെ മകൻ പണത്തിനായി ഇവിടെ വന്നിട്ട് വെറും കൈയോടെ പോയാൽ എനിക്ക് വിഷമമാവും. തൽക്കാലം ബുള്ളറ്റ് ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ പണം എടുത്തിട്ട് വരാം.